കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരങ്ങളൊക്കെ ഒന്ന് കൊടുത്തേ. ആരെങ്കിലുമൊക്കെ നിങ്ങളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈശോയുടെ കയ്യിൽ കൊടുക്കുക. ഒരുപക്ഷെ വലിയൊരു പ്രതിസന്ധിയിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളോട് ആ പ്രാർത്ഥന ചോദിച്ചവരൊക്കെ കടന്നു പോകുന്നുണ്ടാകാം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ കാര്യം ഈശോയുടെ സ്നേഹം ഒന്ന് അവർ അനുഭവിച്ചറിയണം. ഒരുപക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായിരിക്കും അവർ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഓർത്തെ, നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് ഓർത്തെ. ഈശോ ഇനി എന്താ ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. അടുത്തൊരു തീരുമാനം എന്തെടുക്കണമെന്ന് അറിയത്തില്ല. എടുത്ത തീരുമാനങ്ങളെല്ലാം സങ്കടത്തിലായിപ്പോയി. ഇനി ആരോട് എന്ത് ചോദിക്കണമെന്ന് അറിയത്തില്ല. സംസാരിക്കാൻ ഒരാളില്ല, ഒരു ഉപദേശം തരാൻ ആരില്ല, സ്നേഹിക്കാൻ ആരുമില്ല. ഒന്ന് പൊതിഞ്ഞു പിടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾ പോലും ഇല്ല. ഈശോയെ, ഞങ്ങളോ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഇന്ന് നീ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ ഈ ദിവസം അങ്ങനെ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആത്മാവിന്റെ കൂട്ടായ്മയിൽ ആത്മീയ സ്നേഹത്തിൽ ഞങ്ങൾ അവരെല്ലാം ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളുടെ കരങ്ങളിലേക്ക് അവരെല്ലാം തരികയാണ്. അവരങ്ങളുടെ സ്നേഹം അറിയട്ടെ. പരീക്ഷ തോറ്റുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ സ്നേഹം അറിയട്ടെ. ജോലി ലഭിക്കാതെ സങ്കടപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അങ്ങനെ സ്നേഹം അറിയട്ടെ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ അങ്ങനെ സ്നേഹം അറിയട്ടെ. വിവാഹ തടസ്സം നേരിടുന്നവർ അങ്ങനെ സ്നേഹം അറിയട്ടെ. അടുത്ത തീരുമാനം എന്തെന്ന് എടുക്കേണ്ടതെന്ന് അറിയത്തില്ലാതെ സങ്കടപ്പെടുന്നവർ നിങ്ങളുടെ സ്നേഹം അറിയട്ടെ. കമ്മ്യൂണിറ്റികളില്, കൂട്ടായ്മകളില്, കൂട്ടായ്മകളില്, സമൂഹത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോയവര് ഈ സമയം അങ്ങയുടെ സ്നേഹം അറിയട്ടെ. നിങ്ങളുടെ സ്നേഹം വലയം ചെയ്താൽ, നിങ്ങളുടെ സ്നേഹം പൊതിഞ്ഞു പിടിച്ചാൽ എല്ലാത്തിനെയും അതിജീവിക്കാൻ ഞങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ സ്നേഹം മുഴുവനായിട്ട് ഞങ്ങളിലേക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിരം തുറന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് ശക്തമായിട്ടൊന്ന് സ്തുതി ചെയ്യാൻ